എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനിക്കും, പിന്നെ അങ്ങ് പോകും. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം ഇന്നലെ രാത്രിയായപ്പോഴത്തേക്കും ഭയങ്കര ഛർദിയും ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയായിരുന്നു ഇന്നലെ വരെ. TV വെച്ചിട്ടുണ്ട്, ഞാനത് ഓഫാക്കിയിട്ട്. TV വെച്ചിട്ടുള്ളതിനും ഭയങ്കര സൗണ്ട്. രാവിലെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കഴിച്ചു. വിശ്രമത്തിലാണ്. അമ്മ ഫുഡുണ്ടാക്കി, പുട്ടായിരുന്നു ഉണ്ടാക്കി. അതെല്ലാം കാലിയാക്കി. പിന്നെ അമ്മ തന്നെ ചോറും കറിയും ഒക്കെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്ക് സമാധാനം. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം എന്തോ ഭയങ്കര ക്ഷീണമാണ് ബോഡിക്കെല്ലാം. ഇപ്പം ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പനിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ ഒരു പനിയുണ്ട്. മാറാഞ്ഞിട്ടാണെങ്കിൽ ആകെ പ്രാന്ത് പിടിക്കുന്നു. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കല്ലേ, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പവിഴം വൈബ്സ്. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള, എല്ലാവരും പണിക്ക് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മാത്രമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. എനിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുഖമെല്ലാം ഫുൾ കണ്ടില്ലേ, ഫുൾ ക്ഷീണം പിടിച്ചിട്ട് ആകെ എന്തൊക്കെയോ പോലെ ഇരിക്കുക മുഖമെല്ലാം. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, തോന്നുന്നില്ല എന്നല്ല, പറ്റുന്നില്ല, അതാണ് സത്യം. ഇപ്പം എന്തായാലും സമയം 1:30 മണിയായി. ഇപ്പം നമുക്ക് ചോറ് കഴിക്കാം. ചോറിന് വലിയ കറികളൊന്നുമില്ല. അമ്മ ഒരു കറി മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചോറും കറിയും പിന്നെ ചക്കക്കുരുവില്ല, അത് അമ്മ അങ്ങനെ തോരൻ വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ അമ്മ കപ്പയില്ലേ, കപ്പ പിന്നെ ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ടിട്ട്. അപ്പോൾ അതാക്കിയിട്ട് കഴിച്ചോന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പ്ലേറ്റ് എടുക്കാം, കുറച്ച് ചോറെടുക്കാം. കാരണം നമുക്ക് കുറേ ചോറൊന്നും തിന്നാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോറെടുക്കട്ടെ. കുറച്ച് ചോറേ വേണ്ടു എനിക്ക്. നമ്മൾ ചോറെടുത്ത് കഴിക്കുന്നതെല്ലാം ഛർദ്ദിക്കുന്ന കാരണം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സാധാരണ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഛർദ്ദിക്കാൻ വരും. കഴിച്ചത് ഫുൾ അതുപോലെ ഛർദ്ദിച്ച് പോകും. അങ്ങനെയാണുള്ളത്. അപ്പം അതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ട്. രാവിലെ കഴിച്ച ഫുഡ് അങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ വയറ്റിലൊന്നുമില്ല, ഫുൾ കാര്യമാണ്. നല്ല വിശക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. പക്ഷെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഹാഫ് അവർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും പോവുക. എന്തായാലും മീൻകറിയും ചക്കക്കുരു തോരനും പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. എനിക്ക് 2 ദിവസമേ ആയിട്ടുള്ളൂ. എനിക്ക് വായിക്ക് ടേസ്റ്റൊക്കെ വന്നിട്ട് എന്ത് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ പച്ചയ്ക്ക് വിഴുങ്ങും പോലെ ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് എനിക്കൊന്ന് മര്യാദയ്ക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് വരെ കിട്ടി തുടങ്ങിയത്. സോ നമുക്ക് ചക്കക്കുരു തോരനുണ്ട്. പിന്നെ അയല അമ്മ തേങ്ങ അരച്ച് കറി വെച്ചതുണ്ട്. അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. കഴിക്കാൻ പറ്റാണ്ടൊന്നുമില്ല. പക്ഷെ ഛർദ്ദിക്കുന്ന കാരണം എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പേടി, എങ്ങാനും ഛർദ്ദിച്ചാലോ അങ്ങനൊരു പേടി. അപ്പം ഇത് കഴിക്കാം. ടേബിളിൽ പോയിരിക്കും. അച്ചാറിടാം. അച്ചാർ പിന്നെ എന്ത് പനിയാണെങ്കിലും എൻ്റെ വയലോട് പോകും. ഭയങ്കര ടേസ്റ്റുമാണ്.
ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കഴിക്കട്ടെ. എനിക്ക് ഫോണിൽ വീഡിയോസ് എന്തെങ്കിലും വെക്കണം. എനിക്ക് ടി വി അങ്ങനെ കാണാൻ വലിയ ഇഷ്ടമല്ല. പണ്ട് ടി വി കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മേനെ ഓടിക്കും, ടി വി ഫുൾ ടൈം ടി വി ഇല്ലാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ടി വിയേ വേണ്ട. അതുകൊണ്ട് ഫോണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ വെച്ചാൽ ചോറ് കഴിച്ച് തീരുന്ന വരെ ഫോണിൽ എന്തെങ്കിലും വീഡിയോ വെച്ചിട്ട് അതും കണ്ടുകൊണ്ടിരുന്നിട്ടാണ് കഴിക്കൽ. ഓക്കെ, അപ്പം നല്ല അയലക്കറി ഉണ്ട്, പിന്നെ ചക്കക്കുരു തോരനുണ്ട്, അച്ചാറുണ്ട്. എല്ലാം കൂടെ കൂട്ടി മിക്സാക്കി നമുക്ക് അങ്ങോട്ട് ഒരു പിടി പിടിക്കാം. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ചക്കക്കുരു തോരനും ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന ചക്കക്കുരു തോരനും രണ്ടാട്ടോ, ഭയങ്കര ഡിഫറൻസ്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും നല്ല വയറുവേദന തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് രാവിലത്തെ ഗുളികകൾ കുറേ കഴിക്കാനുണ്ട്. 7 ഗുളിക ഏറ്റവും രാവിലെ കഴിക്കാനുണ്ടായിരുന്നു. അതെല്ലാം രാവിലെ കഴിച്ചതിൻ്റെ ആ ഒരു ഗുളികേൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതിങ്ങനെ കയറി വരുന്നുണ്ട് ഇപ്പോൾ. എന്ത് പനിയപ്പാ, വീട്ടിലിരുന്നിട്ട് ആകെ ഒരു മടുപ്പാവുന്നുണ്ട്. നാളെയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാമാണ്. ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ പാളിക്കിടക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അത് മുകളിലാകെ ക്ഷീണിച്ചിട്ട് എന്തൊക്കെയോ പോലെ ഇരിക്കുക. തലയ്ക്കകത്തൊക്കെ ഭയങ്കര ഭാരം പോലെ ഫീൽ ചെയ്യുന്നു. ഒന്ന് പച്ചവെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ പച്ചവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിനും അവശതയായിട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കി ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിയെല്ലാം. ഏകദേശം ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഫുൾ ടൈം പനി, മരുന്ന്, ഛർദി, കിടപ്പ് തന്നെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട്